ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ NH66 വർക്ക് നടക്കുന്ന വട്ടപ്പാറ ഭാഗത്താണ്. കഞ്ഞിപ്പുര കരിപ്പോൾ ഭാഗത്തുനിന്ന് വരുന്ന ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ജംഗ്ഷൻ പോലെയാണ്. ഇവിടെയാണ് വാഹനങ്ങൾ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എൻട്രി ആയിട്ട് പോകുന്നത്, എക്സിറ്റ് ആയിട്ട് പോകുന്ന ഒരു ഭാഗം കൂടെയാണ് ഇവിടെ. ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. കാണാം, കുറച്ച് വാഹനങ്ങളൊക്കെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് റോട്ടിലേക്ക് കയറി വരുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ ഫുൾ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ജംഗ്ഷൻ വരെ, വട്ടപ്പാറ വർക്ക് നടക്കുന്ന ഭാഗം വരെ ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് ഇനി പോകുന്നത്. ആ ഭാഗത്തേക്കുള്ള കാഴ്ചകളാണ്. ഇതാണ് ഈ സൈഡിലുള്ള സർവീസ് റോഡ്. സർവീസ് റോഡിന്റെ ഭാഗത്തൊക്കെ വർക്കുകൾ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കുറെ പേര് ഈ വഴിയിലൂടെ വന്നുകൊണ്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണ്ട്. ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. ഇവിടെയാണ് ഇപ്പൊ കുറച്ച് ഭാഗത്ത് വാഹനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുള്ളത്. വൺ സൈഡ് ഈ ഭാഗത്തൊക്കെ ഫുൾ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് സൈഡിലും സോയിൽ ലൈനിങ്ങിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ക്രാഷ് ബാരിയറിന് പെയിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈറ്റിന്റെ കാലുകൾ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വർക്ക് നടക്കുന്ന ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെയാണ് വളരെ വലിയ മാറ്റങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം. നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വലിയൊരു മാറ്റം തന്നെ സംഭവിച്ചിട്ടുണ്ട്. കുറെ പേര് റോഡ് തുറന്നു കൊടുക്കാതെ തന്നെ ഇതിലൊക്കെ ആയിട്ടുള്ള റോഡ് വർക്ക് നടക്കുന്ന ഭാഗത്തൂടെ ഒക്കെ വാഹനങ്ങളായിട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ, ഒരുപാട് വാഹനങ്ങൾ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി നടക്കുക. വലിയൊരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ കുറച്ച് ഭാഗത്ത് മെറ്റൽ മിക്സും ടാറിങ് ഒക്കെ കഴിഞ്ഞൊരു ഭാഗമുണ്ട്. വർക്കേഴ്സിന് പോവാനുള്ള ഒരു ഭാഗമാണ്. അതിലൂടെ വയഡക്റ്റ് കടന്നു വരുന്ന വാഹനങ്ങൾ കുറെ പേര് ഇതിലൂടെ വന്നിട്ട് ഇപ്പൊ ബ്ലോക്ക് ആകാനുള്ള ഒരു കുറെ വാഹനങ്ങൾ ഇപ്പൊ ഇതിലൂടെ കടന്നു വന്നു. കുറെ പേര് അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് തിരിച്ചു വരേണ്ടി വരും. അവിടെ ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആളുകള് അവരുടെ ഇഷ്ടം പോലെയാണ്, തോന്നുന്ന പോലെയാണ് വാഹനങ്ങൾ കൊണ്ട് ഇറങ്ങുന്നത്. ഇപ്പൊ ഒരു ഓട്ടോ വരുന്നുണ്ട്. ഇതേപോലെ വയഡക്റ്റിന്റെ മുകളിലൂടെ വരുന്നതാണ്. അവിടെ വർക്ക് നടക്കുന്ന ഭാഗത്ത് കുറച്ച് ഭാഗത്ത് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലൂടെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ആ ഭാഗത്തൊക്കെ പോയിട്ട് പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടേക്ക് വരുമ്പോൾ സർവീസ് റോഡിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കോൺക്രീറ്റ് വാൾ ഉണ്ട്. ആ കോൺക്രീറ്റ് വാളിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുകളിൽ ഇനി ക്രഷ് ബാരിയറിന്റെ വർക്കുകളാണ് നടക്കാനുള്ളത്. ഇവിടെ ഇതുപോലെ തന്നെ നിർത്തിയിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ പോവാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗത്ത് മണ്ണുകൾ എടുത്തു മാറ്റാനുണ്ട്. അതൊന്നും ചെയ്തിട്ടില്ല. അതാണ് അവിടെ ഇങ്ങനെ കുന്നുകൂടി നിൽക്കുന്നത്. ഇവിടെ സർവീസ് റോഡിന്റെ അടുത്ത് ലാസ്റ്റ് ഭാഗം വരെ മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ശേഷമാണ് അവിടെയൊക്കെ സോയിൽ നെയിലിങ്ങിന്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കമ്പികളൊക്കെ കൊടുക്കുന്ന JCBയിൽ ഒന്ന് ചെയ്യുന്ന കാണാം നമുക്ക്. ഇവിടെയൊക്കെ ടാർ ചെയ്തിട്ടുണ്ട്, നമ്മൾ കാണിച്ചിരുന്നേ. അപ്പൊ അതിന്റെ ശേഷമായിട്ട് ഇവിടെ ഇപ്പൊ പുതുതായിട്ട് ആ റോഡിന്റെ ലെവൽ ചെയ്ത ആ ഭാഗത്ത് അത്രയും ഭാഗത്ത് മണ്ണ് വീണ്ടും എടുത്തിട്ടുണ്ട്. പുതുതായിട്ട് ഇവിടെ വീണ്ടും വന്നിട്ടുള്ള മാറ്റങ്ങള്, ഇവിടെ ഡ്രൈനേജിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഡ്രൈനേജിന്റെ വർക്കുകൾ നടന്നിട്ട് കാണാം. അടിപൊളിയായിട്ട് ഇവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ മണ്ണ് ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. എന്താണ് അറിയില്ല, ഇനി എടുത്തു മാറ്റാനുള്ളതാണോ? ഈ ഭാഗത്ത് സർവീസ് റോഡ് ഇല്ല എന്നാണ് നമുക്ക് കിട്ടിയൊരു അറിവ്. ഇത് സർവീസ് റോഡിനെ പോലെ ഒരു രീതിയിൽ ഇവിടെ കാണാം. ഇവിടെ നല്ല രീതിയിൽ ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇവരെ വർക്കേഴ്സിന്റെ വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടി കുറച്ച് ഭാഗമുണ്ട്. അതിലൂടെ ആണ് ആളുകളൊക്കെ ഇപ്പൊ വണ്ടി കൊണ്ടുവരുന്നത്. ഇവിടെ ഇപ്പൊ ചെയ്യുന്നത് സോയിൽ ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഹോളുകൾ ഇട്ട് കൊടുക്കുകയാണ് പുതുതായിട്ട്. പിന്നെ ഈ ഭാഗത്തും ഇവിടെ മെറ്റൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്താണ് ഇനി പാറകൾ എടുക്കാനുള്ളത്. അവിടെ പാറകൾ എടുക്കുന്ന വർക്കുകൾ നടക്കുന്നുണ്ട്.
നമുക്ക് അടുത്തോട്ട് പോയി നോക്കാം. നമ്മൾ ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്ന ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് വീതി കുറവുള്ള പോലെ ഒരു ഫീലിംഗ് ഉണ്ട് ഡ്രൈനേജ് ഒക്കെ. ഇവിടൊക്കെ ഡ്രൈനേജിന്റെ വർക്ക് ഇതാ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ മണ്ണ് നീക്കുന്ന വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെ പാറ എടുക്കുന്ന വർക്കുകൾ നടക്കുന്നുണ്ട്. എല്ലാം നടക്കുന്നുണ്ട്. ഒരു ചെറിയ പയ്യനാണ് ഇത് JCB ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടുന്ന് പൊട്ടിച്ചെടുത്ത പാറകൾ ഇങ്ങോട്ട് മാറ്റിയിട്ടാണ് ഇവിടെ കാണാം. ഇവിടെയൊക്കെ മെറ്റൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ മണ്ണ് പോലെ ആയിട്ടുണ്ട്. വണ്ടി പോയതിനു ശേഷം ഇവിടെയാണ് കൂടുതൽ പാറ ഉള്ള ഭാഗം. ഇവിടുന്നാണ് പാറകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വലിയ പാറ കഷ്ണങ്ങൾ കൂട്ടിയിട്ട് കാണാം. ഇതൊക്കെ ഇവിടുന്ന് എടുത്തു മാറ്റിയതാണ്. ഇനി അധികമൊന്നും ഇല്ല. ഇവിടെയൊക്കെ ഇളകിയിട്ട മണ്ണുകളാണ്. ആ സൈഡുകളിലൊക്കെ കാണുന്ന പാറകള് കുറേശ്ശെ എടുത്തു മാറ്റാനേ ഉള്ളൂ. അതേപോലെ ഡ്രില്ല് ചെയ്ത് എടുക്കുന്നുണ്ട്. അവിടെ ഈ വെടി പൊട്ടിക്കാനുള്ള എന്തോ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള ഡ്രില്ല് ചെയ്യാനുള്ള പൈപ്പുകളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ട്രാക്ടർ ഉണ്ട്. അതിനുള്ള വർക്കുകളൊക്കെ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് ലാസ്റ്റ് ആണെന്ന് തോന്നുന്നത്. കാണാൻ നമുക്ക് ഡ്രൈനേജിന്റെ വർക്ക് വന്നതുകൊണ്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ നോക്കിയാൽ നമ്മളെ വയഡക്റ്റിന്റെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കറക്റ്റ്. ഇവിടെ ഇനി അധികമൊന്നും ഈ സൈഡിൽ നിന്ന് എടുക്കാനില്ല. അപ്പോൾ ഈ ഭാഗത്തൊക്കെ അവര് ടാറിങ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേനെ കാണുന്നുണ്ട്. ഒരു ഫസ്റ്റ് കോട്ട് ടാറിങ് ആണ്. അതിന്റെ ശേഷം ഇവിടെയൊക്കെ മണ്ണ് വീണത് തന്നെയാണ്. ഈ ഭാഗത്താണ് ഇനിയുള്ള വർക്കുകൾ. ഇവിടെ ഒരു പൊങ്ങി നിൽക്കുന്ന ഒരു പാറ കാണുന്നുണ്ട്. ഇവിടെ കാണുന്നുണ്ട് JCB ഇതിന്റെ മുന്നില്, ഇറ്റാച്ചിന്റെ മുന്നില്. ഇവിടെ കുറെ ഭാഗത്ത് മെറ്റൽ മിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടില്. വാഹനങ്ങൾ ഇതിലൂടെയാണ് കടന്നു വരുന്നത്. ഇതിൽ കടന്നു വരാൻ പാടില്ല. അവിടെ കുറെ പേര് ഇതിലൂടെ കടന്ന് അങ്ങോട്ട് പോകുന്നതാണ്. വലിയൊരു പ്രശ്നം. ആളുകൾ തോന്നുന്ന പോലെയൊക്കെയാണ് വാഹനങ്ങൾ ഓടിക്കുന്നത്. അതുകൊണ്ടാണ് അപകടങ്ങൾ വരുന്നത്. എല്ലാവർക്കും തിരക്കാണ്. ആർക്കും ക്ഷമയില്ല. കാത്തു നിൽക്കാനോ വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല. അങ്ങനെയൊക്കെയാണ് ഈ വലിയ ആക്സിഡന്റുകളൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ കോട്ടക്കലിലൊക്കെ ഉണ്ടായതൊക്കെ ഈ വണ്ടി ഇവിടെ കേടായ സമയത്താണ്. ഇപ്പൊ ഇവിടെ കുറെ പേര് ഇതിന്റെ പുറകിൽ വന്നിട്ട് ഹോൺ അടിച്ചിരുന്നത്. അപ്പൊ നമ്മൾ ഒരു കാര്യത്തിലും എന്താണ് സംഭവിക്കുന്നത് പോലും നോക്കാതെ വെറുതെ ഇങ്ങനെ ഒച്ചമ്പോളം ഉണ്ടാക്കുന്ന ഒരു സ്വഭാവമുണ്ട് നമുക്ക്. അല്ലെങ്കിൽ കട്ട് ചെയ്ത് കൂടുതൽ ബ്ലോക്കുകൾ ഉണ്ടാക്കുക പോയിട്ട്. ഇതിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കയറി വരുന്നത്. അപ്പോൾ നമ്മൾ വയഡക്റ്റിൻ്റെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുൾ വർക്ക് കഴിഞ്ഞത് നിങ്ങളൊക്കെ കണ്ടതാണ്, നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ താഴ്ഭാഗത്ത് അവിടെയൊക്കെ കുറച്ച് ഭാഗത്തെ കല്ലുകളൊക്കെ വിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ എന്താണെന്നൊന്ന് പോയി നോക്കാം. ഇനി വട്ടപ്പാറയിലും അധികം വർക്കുകളില്ല. വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണ്. ഈ ഭാഗത്തൊക്കെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ക്രാഷ് ബാരിയർ വെക്കുക, ഭാഗത്തൊക്കെ പെയിന്റിങ് ചെയ്യുക, അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ കാണാം കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഇനി മണ്ണ് നീക്കാനുള്ളത്. ഈ സൈഡിലേക്ക് നോക്കിയാൽ ഇവിടെ സർവീസ് റോഡിന്റെ ഭാഗമായിട്ടുള്ള
ഇതാണ് ഞാൻ പറഞ്ഞ സർവീസ് റോഡിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇനി വർക്ക് എഞ്ചിനീയർമാരും മറ്റുള്ള ആളുകളൊക്കെ അന്വേഷിച്ചാലേ അറിയുള്ളൂ. ഇവിടെ ഇങ്ങനെ കാണുന്നത് നമുക്ക് ഇങ്ങനെയാണ്. നമ്മൾ മുകൾ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. വ്യക്തമായിട്ട് ഒന്നുകൂടെ കാണാൻ പറ്റിയ ഒരു ഭാഗത്തേക്ക്. കണ്ടില്ലേ, വർക്ക് നടക്കുന്ന സ്ഥലത്തൂടെയാണ് ഇതൊക്കെ പോകുന്നത്. ആ ഭാഗത്തുനിന്ന് വല്ല കല്ലോ മണ്ണോ ഒക്കെ വണ്ടിയിൽ വീണിട്ടുണ്ടെങ്കിൽ ആളേനെ തട്ടിപ്പോവും. ആളുകൾ ഒരു പേടിയില്ലാതെയാണ് വാഹനങ്ങൾ ഓടിക്കുന്നത് വർക്ക് നടക്കുന്ന ഭാഗത്തൂടെ. ഈ ഭാഗത്തും സോയിൽ ലൈനിങ്ങിന്റെ വർക്കിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ്. അതിനു വേണ്ടിയുള്ള കമ്പികളും മെഷീനറിയും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരാണ് മണ്ണെടുത്തെടുത്ത്. താഴ്ഭാഗത്തേക്ക് പോകാൻ നിന്നപ്പോഴേക്കും ഇവിടെ വലിയൊരു ബ്ലോക്ക് ആയിട്ടുണ്ട്. ആ വയഡക്റ്റിന്റെ താഴ്ഭാഗത്ത് പോകുന്ന ഭാഗത്ത് ഒരു അമ്പൊക്കെ ഉണ്ട്. അവിടുന്ന് വരുന്ന ഈ വയഡക്റ്റിന്റെ മുകളിലൂടെ വരുന്ന വാഹനങ്ങളും താഴ്ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ആ അമ്പുള്ള ഭാഗത്ത് ഒന്ന് സ്ലോ ആകും. പിന്നെ രണ്ട് ഭാഗത്തുനിന്നും കൂടെ വരുന്ന വാഹനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരു ചെറിയ ബ്ലോക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മള് പറഞ്ഞ ബ്ലോക്ക് വലിയ രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾ തോന്നിയ പോലെയാണ് വാഹനങ്ങൾ എടുക്കുന്നത്. വേണ്ടി വർക്ക് നടക്കുന്ന ഭാഗത്തൂടെ കുറേ പേര് വന്നുകാണ്ട് ഇവിടെ മാത്രം ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലൂടെയാണ് വാഹനങ്ങൾ കടക്കാൻ പറ്റുക. അപ്പോൾ ഇവിടെ നിന്നുള്ള നേരെ വരുന്ന വാഹനങ്ങൾ ഇങ്ങനെ വരുന്നതുകൊണ്ട് ഈ വാഹനങ്ങൾക്കൊന്നും ഇങ്ങോട്ട് കടക്കാൻ പറ്റാതെ പെട്ട് കിടക്കണേ. കുറേ പേര് അറിയാതെ മണ്ടത്തരം ചെയ്ത് നേരെ പോയിട്ടുണ്ട്. അവിടെ ഞാൻ നേരത്തെ കാണിച്ച അവിടെ ക്രാഷ് ബാരിയറൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് കുറേ ആളുകൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാം കൂടെ ഇവിടെ ഇപ്പോൾ ബ്ലോക്കിൽ പെട്ട് കിടക്കണേ. ഇപ്പോൾ വർക്ക് നടക്കുന്ന ഭാഗത്ത് വരെ വാഹനങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തോന്നുന്ന പോലെയാണ് ആളുകൾ വാഹനം ഓടിച്ചു വരുന്നത്. ഇപ്പോൾ ഈ സൈഡിൽ കൂടെ ആയിരുന്നു ഇതുവരെയൊക്കെ 2 ലൈനായിട്ട് വാഹനങ്ങൾ പോയിന്ന്. 2 ലൈനായിട്ട് പോയിന്ന വാഹനങ്ങളും ഇപ്പോൾ പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് ആയിട്ടുണ്ട്. വലിയൊരു ബ്ലോക്ക് തന്നെ ആയിട്ടുണ്ട്. വട്ടപ്പാറയിൽ ഇങ്ങോട്ട് വാഹനങ്ങൾ വളരെ കുറച്ചാണ് വരുന്നത്. ഇവിടെ കാണാം, അങ്ങോട്ട് ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞ ഭാഗത്ത് ഫുള്ളായിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് പേര് ഇനിയിപ്പോൾ അവിടെ തിരിക്കുന്നുണ്ട്. തിരിച്ചു കഴിഞ്ഞാലും ബ്ലോക്കിന് ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല. അവിടുന്ന് വീണ്ടും ആളുകൾ ഇങ്ങോട്ട് വാഹനങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പം ശരിക്കും പെട്ട് കിടക്കുകയാണ് എല്ലാവരും.
ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ വർക്കേഴ്സിന് മാത്രം പോകാനുള്ള ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് ആ ഫോർച്യൂണർ നിൽക്കുന്ന ഭാഗത്ത്. അത് കണ്ടിട്ടാണ് ഈ വാഹനങ്ങൾ മുഴുവനായിട്ട് ഇതിലൂടെ വന്നിട്ടുള്ളത്. കുറെ അറിയാതെ പോയ ആൾക്കാർ അവിടുന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട്. എല്ലാം കൂടെ ഇപ്പൊ ഫുൾ ബ്ലോക്കിൽ പെട്ട് കിടക്കാണ്. എല്ലാവർക്കും തിരക്കാണ് പോവാന്. ശരിക്കും പണി പാളിയിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തിട്ടും താഴ്ഭാഗത്തേക്ക് പോവാൻ ബ്ലോക്ക് മാറുന്നില്ല. അപ്പൊ ഞാന് കണ്ടില്ലേ, താഴെ പോയിട്ട് ആ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് കരിങ്കല്ല് കൊണ്ടുള്ള വർക്കുകളൊക്കെ ചെയ്തിരുന്നേ. ഇവിടെ വയഡക്റ്റിന്റെ താഴ്ഭാഗത്ത് അത് കാണിക്കുന്ന വിചാരിച്ചു. പക്ഷെ അങ്ങോട്ട് പോയിട്ടുണ്ട്, പിന്നെ തിരിച്ചു വരാന് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഈ വർക്ക് നടക്കുന്ന ഭാഗത്തൂടെ തന്നെയാണ് വാഹനങ്ങൾ എപ്പോഴും പോകുന്നത്. കാണിച്ചതിനെ കാണിക്കല്ല, ഞാനൊരു മണിക്കൂർ അതിലേറൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വന്ന് നോക്കുന്നത്. ഇപ്പോഴൊക്കെ ഈ ഇതേപോലെ തന്നെയാണ് വാഹനങ്ങൾ ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഒന്നും കൂടെ വർക്ക് വ്യക്തമായിട്ട് കാണുന്ന ഒരു ഭാഗത്തേക്ക് കണ്ടില്ലേ. വളരെ കുറച്ച് അത്ര വർക്കുകൾ മാത്രമാണ് ഉള്ളത്. ഇവിടെ വണ്ടികൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് ഒരു സൈഡില്. ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പുള്ള ഒരു ഭാഗമുണ്ട്, അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ പോയാൽ ഒന്നുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇവിടെ റിസ്കി ആയ ഒരു സ്ഥലം കൂടെയാണ്. ഇവിടെ വന്നാൽ നമുക്ക് വയഡക്റ്റ് ഒന്ന് ശരിക്കും കാണാൻ പറ്റുന്ന ഒരു ഭാഗമാണ്.